റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ. നിക് ട്രെൻഡന്റെ റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ എന്ന പുസ്തകം ഉത്കണ്ഠയുടെ മനഃശാസ്ത്രവും മസ്തിഷ്ക പ്രവർത്തനങ്ങളും വിശദമാക്കുന്ന ഒന്നാണ്. ഉത്കണ്ഠയെ കേവലം ഒരു മാനസികാവസ്ഥ എന്നതിലുപരി മസ്തിഷ്കത്തിന്റെ അതിജീവന തന്ത്രമായി കാണുന്നിടത്താണ് നിക് ട്രെൻഡന്റെ നിരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. നാം ഓരോരുത്തരും ഓരോ നിമിഷവും ലോകത്തെ നോക്കിക്കാണുന്നത് നമ്മുടെ മസ്തിഷ്കം കാലങ്ങളായി രൂപപ്പെടുത്തിയെടുത്ത ചില ഫിൽട്ടറുകളിലൂടെയാണ്. ഈ ഫിൽട്ടറുകൾ എങ്ങനെ രൂപപ്പെട്ടുവെന്നും അവ എങ്ങനെയാണ് നമ്മെ അനാവശ്യമായ ഭയത്തിലേക്ക് നയിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. പരിണാമ ചരിത്രമെടുത്താൽ മനുഷ്യവർഗം ഭൂമിയിൽ നിലനിന്നു പോന്നത് അവരുടെ ഉള്ളിലെ ഭയം എന്ന വികാരം മൂലമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന് പുല്ലുകൾക്കിടയിലെ അനക്കം ഒരു കാറ്റാണോ അതോ പതുങ്ങിയിരിക്കുന്ന ഒരു പുലിയാണോ എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായിരുന്നു. അവിടെ 1% പോലും റിസ്ക് എടുക്കാൻ അവന് കഴിയില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ഏത് ചെറിയ ശബ്ദത്തെയും വലിയൊരു അപകടത്തിന്റെ സൂചനയായി കാണുന്ന ഒരു മസ്തിഷ്ക ഘടനയാണ് നമുക്ക് പാരമ്പര്യമായി ലഭിച്ചത്. ഈ നെഗറ്റീവ് ബയാസ് അഥവാ മോശമായതിനെ മാത്രം പ്രതീക്ഷിക്കുന്ന സ്വഭാവം അന്ന് ജീവൻ രക്ഷിക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഉത്കണ്ഠയായി മാറിയിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ മസ്തിഷ്കം പ്രതികരിക്കുന്നത് ആക്രമിക്കുന്ന ശത്രുജീവികളോടല്ല, മറിച്ച് സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ചിന്തകളോടും സാമൂഹികമായ അംഗീകാരത്തെക്കുറിച്ചുള്ള ആശങ്കകളോടുമാണ്. ഇവിടെയാണ് ഭയവും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയേണ്ടത്. ഭയം എന്നത് വർത്തമാനകാലത്ത് നമ്മുടെ മുന്നിലുള്ള ഒരു യഥാർത്ഥ അപകടത്തോടുള്ള പ്രതികരണമാണ്. എന്നാൽ ഉത്കണ്ഠ എന്നത് ഭാവിയിൽ നടന്നേക്കാവുന്ന എന്നാൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭാവനയാണ്. ഈ ഭാവന യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് ശരീരം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം ഉത്കണ്ഠയുടെ തടവുകാരാകുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ ഒരു അപായ സൈറൺ പോലെ പ്രവർത്തിക്കുന്ന അമിഗ്ദല എന്ന ഭാഗമാണ് ഈ പ്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അമിഗ്ദലയ്ക്ക് യുക്തിയേക്കാൾ കൂടുതൽ വികാരങ്ങളോടാണ് ബന്ധം. അതുകൊണ്ട് തന്നെ ഒരു അപകടം മണത്താൽ അത് ഉടൻ തന്നെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്ക് സന്ദേശമയക്കുന്നു. ഇതിന്റെ ഫലമായി അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ രക്തത്തിൽ കലരുകയും ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ശരീരം ഒന്നുകിൽ പോരാടാൻ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ആധുനിക കാലത്ത് നമുക്ക് പലപ്പോഴും ഓടി രക്ഷപ്പെടാനോ നേരിട്ട് പോരാടാനോ കഴിയാത്ത സാഹചര്യങ്ങളാണുള്ളത്. ഒരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പേടിയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ആശങ്കയോ ഈ ശാരീരിക പ്രതികരണങ്ങളെ ഉണർത്തുന്നു. ഓടി രക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ ഈ സമ്മർദ്ദം ശരീരത്തിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും അത് വിട്ടുമാറാത്ത ഉത്കണ്ഠയായി പരിണമിക്കുകയും ചെയ്യുന്നു. നാം വിചാരിക്കുന്നത് മനസ്സ് മാത്രമാണ് അസ്വസ്ഥമാകുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരീരം മുഴുവൻ ഒരു യുദ്ധസമാനമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ ശാരീരിക അവസ്ഥയെ തിരിച്ചറിയുക എന്നതാണ് ഉത്കണ്ഠയെ നിയന്ത്രിക്കാനുള്ള പ്രധാന വഴി. നമ്മുടെ ശരീരം നൽകുന്ന ഈ സൂചനകൾ അപകടത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് തലച്ചോർ നൽകുന്ന തെറ്റായ ഒരു മുന്നറിയിപ്പാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം ആ വികാരത്തിൽ നിന്ന് പതുക്കെ മോചിതനാകാൻ തുടങ്ങുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റവും തമ്മിൽ ഒരു ചക്രം പോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ട്രെൻഡൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയം. ഇതിനെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ അടിസ്ഥാന തത്വമായി കണക്കാക്കാം. ഒരു സംഭവം നടക്കുമ്പോൾ അത് നേരിട്ട് നമ്മുടെ വികാരങ്ങളെ ബാധിക്കുന്നില്ല, മറിച്ച് ആ സംഭവത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് നമ്മുടെ വികാരത്തെ തീരുമാനിക്കുന്നത്. വഴിയിൽ വെച്ച് കണ്ട ഒരു സുഹൃത്ത് നമ്മളെ ശ്രദ്ധിക്കാതെ പോയാൽ, അവൻ എന്നെ അവഗണിച്ചു എന്ന് നാം കരുതിയാൽ നമുക്ക് വിഷമവും ഉത്കണ്ഠയും ഉണ്ടാകും. എന്നാൽ അവൻ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകില്ല.
നമ്മുടെ മസ്തിഷ്കം ഓരോ സംഭവത്തിനും നൽകുന്ന അർത്ഥമാണ് നമ്മുടെ സമാധാനം തീരുമാനിക്കുന്നത്. ഉത്കണ്ഠയുള്ള വ്യക്തികളുടെ മസ്തിഷ്കം എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ മോശമായി കാണുന്നു എന്ന് വിശ്വസിക്കുന്നതോ ആയ രീതിയിലായിരിക്കും വികാരങ്ങളെ വിശകലനം ചെയ്യുന്നത്. ഈ ചിന്താരീതിയെ മാറ്റിയെടുക്കുക എന്നതാണ് റീവയറിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയതും ദ്രവിച്ചതുമായ ചിന്താപാതകളെ ഉപേക്ഷിച്ച് പുതിയതും ക്രിയാത്മകവുമായ പാതകൾ തലച്ചോറിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ കൈവരിക്കേണ്ട ഒന്നാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന പ്രതിഭാസം വഴി നമ്മുടെ തലച്ചോറിന് ഏത് പ്രായത്തിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നത് വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. നാം ആവർത്തിച്ചു ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ നാഡീബന്ധങ്ങളെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഉത്കണ്ഠാജനകമായ ചിന്തകളെ ബോധപൂർവം തടയുകയും അവയ്ക്ക് പകരം യുക്തിസഹമായ ചിന്തകൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പഴയ ഉത്കണ്ഠയുടെ സർക്യൂട്ടുകൾ ദുർബലമാകാൻ തുടങ്ങുന്നു. ഉത്കണ്ഠയുടെ വേരുകൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് കിടക്കുന്നത്. നാളെയെക്കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പുമില്ലെങ്കിലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം എന്ന വാശിയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇങ്ങനെ സംഭവിച്ചാലോ, വാട്ട് ഇഫ് എന്ന ചോദ്യം മസ്തിഷ്കത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം തേടി പോകുന്നതാണ് ഉത്കണ്ഠയുടെ കുരുക്ക്. ഇതിനു പകരം വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന മൈൻഡ്ഫുൾനെസ് രീതിയാണ് ഫലപ്രദം. നാം അനുഭവിക്കുന്ന ഉത്കണ്ഠയുടെ ഭൂരിഭാഗവും ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളോ ആണ്. ഇവ രണ്ടിലും നമുക്ക് നിലവിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഏക നിമിഷം ഈ നിമിഷമാണ്. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ മനസ്സിലെ അനാവശ്യമായ ഭാരങ്ങൾ കുറയാൻ തുടങ്ങുന്നു. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ 10ൽ 9 ഒരിക്കലും സംഭവിക്കാത്തവയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബാക്കി വരുന്ന സംഭവങ്ങളെ നേരിടാൻ നമുക്ക് കഴിവുണ്ടെന്ന് നാം തിരിച്ചറിയുന്നില്ല. ഉത്കണ്ഠ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയും നമ്മെ ദുർബലരായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓരോ തവണയും നാം ഭയത്തെ മറികടക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം കൂടുതൽ ശക്തമാകുന്നു. ഭയത്തെ ഇല്ലാതാക്കുക എന്നതിനേക്കാൾ ഭയത്തോടൊപ്പം എങ്ങനെ ജീവിക്കാം എന്നും അതിനെ എങ്ങനെ മറികടക്കാം എന്നും പഠിക്കുന്നതാണ് യഥാർത്ഥ വിജയം. സമൂഹത്തിൽ നാം ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠയെക്കുറിച്ചും ഈ പുസ്തകം സൂചനകൾ നൽകുന്നുണ്ട്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ഭയം നമ്മുടെ സ്വാഭാവികമായ പെരുമാറ്റത്തെ തടയുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന സത്യം ഉൾക്കൊള്ളുന്നത് മാനസികമായ വലിയൊരു സ്വാതന്ത്ര്യം നൽകും. ഉത്കണ്ഠ ഒരു ശത്രുവല്ല, മറിച്ച് ഒരു സംരക്ഷകനാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സുഹൃത്താണെന്ന് കരുതുക. നമ്മുടെ മസ്തിഷ്കം നമ്മെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അത് തെറ്റായ രീതിയിലാണെന്ന് മാത്രം. ഈ അറിവ് നമ്മോട് തന്നെ സഹതാപവും കരുണയും തോന്നാൻ സഹായിക്കും. സ്വയം വിമർശിക്കുന്നതിനു പകരം സ്വന്തം മനസ്സിനെ ഒരു കുട്ടിയെ എന്ന പോലെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യണം. ഉത്കണ്ഠ തോന്നുമ്പോൾ അത് പതുക്കെ കടന്നു പോകാൻ അനുവദിക്കുക. അതിനോട് മല്ലിടരുത്. വെള്ളത്തിൽ വീണാൽ കൈകാലുകൾ ഇട്ടടിച്ചാൽ നാം താഴേക്ക് പോകും. എന്നാൽ ശാന്തമായി കിടന്നാൽ ജലം നമ്മെ താങ്ങി നിർത്തും. അതുപോലെ ഉത്കണ്ഠയുടെ തിരമാലകൾ വരുമ്പോൾ ശാന്തമായിരിക്കാൻ ശീലിക്കുന്നത് വഴി നാം നമ്മുടെ മസ്തിഷ്കത്തെ പുതിയൊരു രീതിയിൽ പരിശീലിപ്പിക്കുകയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം പൂർണ്ണമായ ഉത്കണ്ഠയില്ലാത്ത ഒരു ജീവിതമല്ല, മറിച്ച് ഉത്കണ്ഠ വന്നാലും അതിൽ തളർന്നു പോകാത്ത ഒരു മനസ്സ് രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ്. ചിന്തകളിൽ മാറ്റം വരുത്തുന്നതിലൂടെയും ശാരീരികമായ വിശ്രമ വിദ്യകൾ അഭ്യസിക്കുന്നതിലൂടെയും നാം ഓരോരുത്തർക്കും നമ്മുടെ മസ്തിഷ്കത്തെ വീണ്ടും രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. ഈ മാറ്റം ആരംഭിക്കുന്നത് ഈ നിമിഷത്തിൽ നിന്നാണ്. നമ്മുടെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ തിരിച്ചറിവിൽ നിന്നാണ്. ഉത്കണ്ഠയെ നേരിടാനുള്ള ഏറ്റവും പ്രായോഗികമായ ഒരു മാർഗം ABCDE മോഡൽ. ഉത്കണ്ഠയുടെ ജൈവികമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങളായി മാറുന്നതെന്നും ആ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നും മനസ്സിലാക്കാം.
പലപ്പോഴും ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ നാം വിചാരിക്കുന്നത് ആ സംഭവമാണ് നമ്മെ സങ്കടപ്പെടുത്തുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സംഭവത്തിന് നാം നൽകുന്ന വ്യാഖ്യാനമാണ് നമ്മുടെ മാനസികാവസ്ഥയെ തീരുമാനിക്കുന്നത്. ഇവിടെയാണ് ആൽബർട്ട് എല്ലിസ് വികസിപ്പിച്ചെടുത്ത ABCDE മോഡൽ പ്രസക്തമാകുന്നത്. നമ്മുടെ മസ്തിഷ്കം ഒരു സംഭവത്തെ വിശകലനം ചെയ്യുന്ന രീതിയെ 5 ഘട്ടങ്ങളായി തിരിച്ച് പരിശോധിക്കുന്നതിലൂടെ അനാവശ്യമായ ഉത്കണ്ഠയെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കും. ആദ്യത്തെ ഘട്ടം അഥവാ A, ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്നത് നടന്ന സംഭവത്തെ സൂചിപ്പിക്കുന്നു. ഇത് തികച്ചും വസ്തുനിഷ്ഠമായിരിക്കണം. ഉദാഹരണത്തിന്, ഓഫീസിൽ ബോസ് നിങ്ങളെ നോക്കി ഗൗരവത്തിൽ ഒന്ന് സംസാരിച്ചു എന്നത് ഒരു സംഭവമാണ്. അവിടെ നമ്മുടെ ഭാവനകൾക്ക് സ്ഥാനമില്ല. എന്നാൽ ഇതിന് പിന്നാലെ വരുന്ന B അഥവാ ബിലീവ്സ് നമ്മുടെ വിശ്വാസങ്ങളാണ്. ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബോസ് എന്നെ പിരിച്ചുവിടാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു പരാജയമാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണരുന്നു. ഈ വിശ്വാസങ്ങളിൽ നിന്നാണ് മൂന്നാമത്തെ ഘട്ടമായ C അഥവാ കോൺസിക്വൻസസ് ഉണ്ടാകുന്നത്. ഭയം, നെഞ്ചിടിപ്പ്, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിവയെല്ലാം ഈ തെറ്റായ വിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വൈകാരികവും ശാരീരികവുമായ പ്രത്യാഘാതങ്ങളാണ്. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നാം ചെയ്യേണ്ടത് അടുത്ത ഘട്ടമായ D അഥവാ ഡിസ്പ്യൂട്ടേഷൻ ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ തോന്നിയ ആ നെഗറ്റീവ് ചിന്തയെ നാം തന്നെ ചോദ്യം ചെയ്യണം. ബോസ് ഗൗരവത്തിൽ സംസാരിച്ചത് അദ്ദേഹം തിരക്കിലായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ ആകാൻ സാധ്യതയില്ലേ? ഞാൻ മുൻപ് ചെയ്ത ജോലികൾ അദ്ദേഹം അഭിനന്ദിച്ചിട്ടില്ലേ? എന്നിങ്ങനെ യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഭയം ഒരു പരിധിവരെ കുറയാൻ തുടങ്ങുന്നു. ഒരു വക്കീൽ കോടതിയിൽ വാദിക്കുന്നത് പോലെ നമ്മുടെ തന്നെ തെറ്റായ ചിന്തകൾക്കെതിരെ നാം വാദിക്കണം. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന അവസാന ഘട്ടമാണ് E അഥവാ ന്യൂ ഇഫക്റ്റ്. നമ്മുടെ ചിന്താഗതി മാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വികാരങ്ങളിലും മാറ്റം വരുന്നു. ഭയത്തിനു പകരം സമാധാനവും കാര്യങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസവും കൈവരുന്നു. ഉത്കണ്ഠയുടെ ഓരോ നിമിഷത്തിലും ഈ 5 ഘട്ടങ്ങളിലൂടെ നമ്മുടെ ചിന്തകളെ കടത്തിവിട്ടാൽ മസ്തിഷ്കത്തിലെ പഴയ ആങ്ഷ്യസ് പാതകൾ പതുക്കെ മാറുകയും പുതിയൊരു ചിന്താരീതി രൂപപ്പെടുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലെ ആന്തരിക ശബ്ദം അഥവാ ഇന്നർ വോയിസ് പലപ്പോഴും നമുക്കെതിരെയാണ് സംസാരിക്കാറുള്ളത്. അത് എപ്പോഴും മോശമായ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും. ഈ ശബ്ദത്തെ തിരിച്ചറിയുകയും അതിനെ തിരുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ഭാഗത്തിന്റെ സാരം. ഉത്കണ്ഠ എന്നത് ഒരു തടവറയാണെങ്കിൽ അതിന്റെ താക്കോൽ നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഒരു സംഭവത്തെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ഈ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ അനാവശ്യമായ വേവലാതികളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സാധിക്കും. ചിന്തകളെ വെറുതെ വിടാതിരിക്കുക, അവയെ വിശകലനം ചെയ്യുക, യുക്തി കൊണ്ട് നേരിടുക. ഇതാണ് റീവയറിങ്ങിന്റെ ഏറ്റവും ശക്തമായ ആയുധം. നാം നിരന്തരം ഈ രീതി പരിശീലിക്കുമ്പോൾ ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മസ്തിഷ്കം തനിയെ തന്നെ യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഉത്കണ്ഠയുടെ പഴയ ശീലങ്ങളിൽ നിന്ന് നാം മോചിതരാകുന്നു. നമ്മുടെ ചിന്തകളിൽ ഒളിഞ്ഞിരിക്കുന്ന പിഴവുകൾ, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. നമ്മുടെ മസ്തിഷ്കം ചില സാഹചര്യങ്ങളിൽ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുകയും അതിലൂടെ അനാവശ്യമായ ഉത്കണ്ഠ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ABCDE മോഡലിലെ B അഥവാ നമ്മുടെ വിശ്വാസങ്ങളിൽ എങ്ങനെയാണ് പിഴവുകൾ സംഭവിക്കുന്നത് എന്നതിലേക്കാണ് ഈ ഭാഗം വെളിച്ചം വീശുന്നത്. ലോകത്തെ നോക്കിക്കാണുന്നതിൽ നമ്മുടെ മസ്തിഷ്കം വരുത്തുന്ന ഈ ചിന്താപരമായ തെറ്റുകളെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് വിളിക്കുന്നു. ഇത് കൃത്യമല്ലാത്ത ഒരു കണ്ണടയിലൂടെ ലോകത്തെ നോക്കുന്നത് പോലെയാണ്. അവിടെ കാണുന്നതെല്ലാം വികൃതമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാറ്റാസ്ട്രോഫൈസിംഗ് അഥവാ എല്ലാത്തിനെയും ഒരു ദുരന്തമായി കാണുന്ന സ്വഭാവം. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും അത് ലോകാവസാനമാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും നാം സ്വയം വിശ്വസിപ്പിക്കുന്നു. ഒരു പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ എന്റെ കരിയർ തീർന്നു, ഇനി എനിക്കൊരു ജോലിയും കിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് ഇതിനുദാഹരണമാണ്.
യഥാർത്ഥത്തിൽ ഒരു ചെറിയ തടസ്സത്തെ നമ്മുടെ മസ്തിഷ്കം പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ ഉത്കണ്ഠ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്താ വൈകല്യമാണ് മൈൻഡ് റീഡിംഗ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്കറിയാം എന്ന തെറ്റായ ധാരണയാണിത്. ആരെങ്കിലും നമ്മെ നോക്കി ചിരിച്ചില്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റു ചെയ്തു എന്ന് നാം ഉറപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം. എന്നാൽ ഉത്കണ്ഠയുള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ തനിക്ക് വിരുദ്ധമായ ചിന്തകളാണ് ഉള്ളത് എന്ന് സങ്കല്പിക്കുന്നു. ഇതിനോട് ചേർന്നു നിൽക്കുന്ന മറ്റൊന്നാണ് ഫോർച്യൂൺ ടെല്ലിംഗ്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും അത് എപ്പോഴും മോശമായിരിക്കും എന്നും വിശ്വസിക്കുന്ന ഒരു രീതിയാണിത്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിനു മുമ്പേ ഇത് പരാജയപ്പെടും എന്ന് വിധി എഴുതുന്നത് വഴി നാം നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഓൾ ഓർ നത്തിങ് തിങ്കിങ് അഥവാ കറുപ്പോ വെളുപ്പോ എന്ന് മാത്രം ചിന്തിക്കുന്ന രീതിയും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു. ഒരു കാര്യം പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിൽ അത് വലിയൊരു പരാജയമാണെന്ന് നാം കരുതുന്നു. ഇതിനിടയിലുള്ള ചാരനിറത്തിലുള്ള സത്യങ്ങളെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ 90% ശരിയായാലും ബാക്കി വന്ന 10% തെറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മെന്റൽ ഫിൽട്ടറിംഗ് എന്ന പ്രക്രിയയും ഇതിന്റെ ഭാഗമാണ്. നല്ല കാര്യങ്ങളെ മുഴുവൻ അവഗണിച്ച് മോശമായതിനെ മാത്രം മുറുകെ പിടിക്കുന്നത് മനസ്സിന്റെ സമാധാനം നശിപ്പിക്കുന്നു. കൂടാതെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയും നമുക്ക് സ്വയം ഭാരമായി മാറുന്നു. നാം നമുക്കായി തന്നെ വെച്ചിരിക്കുന്ന ഈ കഠിനമായ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ വലിയ കുറ്റബോധവും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. ഈ ചിന്താ പിഴവുകളെ തിരിച്ചറിയുക എന്നതാണ് മാറ്റത്തിനുള്ള വഴി. നമ്മുടെ മസ്തിഷ്കം നമ്മെ ചതിക്കുകയാണെന്നും ഈ ചിന്തകൾ വസ്തുതകളല്ല എന്നും നാം മനസ്സിലാക്കണം. ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകുമ്പോൾ അത് മേൽപ്പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിൽ പെടുന്നതാണോ എന്ന് പരിശോധിക്കണം. ഇതൊരു കാറ്റാസ്ട്രോഫൈസിംഗ് ആണോ എന്ന് സ്വയം ചോദിക്കുന്നത് ആ ചിന്തയുടെ ശക്തി കുറയ്ക്കാൻ സഹായിക്കും. യുക്തിസഹമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ചിന്തകളെ നേരിടുമ്പോൾ നമ്മുടെ മസ്തിഷ്കം സമാധാനത്തിന്റെ പുതിയ പാതകൾ കണ്ടെത്തുന്നു. ലോകം അത്രമേൽ ഭയാനകമല്ലെന്നും നമ്മുടെ ചിന്താഗതിയിലെ പിഴവുകളാണ് ഉത്കണ്ഠയ്ക്ക് കാരണമെന്നും തിരിച്ചറിയുന്നതോടെ നമ്മിലെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും. ചിന്തകളെ വെറും ചിന്തകളായി കാണാൻ പഠിക്കുന്നതാണ് റീവയറിങ്ങിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഉത്കണ്ഠയുടെ ശാരീരിക വശങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം? ഉത്കണ്ഠ എന്നത് കേവലം തലച്ചോറിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ലെന്നും അത് ശരീരമാകെ വ്യാപിക്കുന്ന ഒരു അനുഭവമാണെന്നും തിരിച്ചറിയണം. നമ്മുടെ ചിന്തകൾ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞാൽ ശരീരം ഉടനടി പ്രതികരിക്കാൻ തുടങ്ങും. പേശികൾ മുറുകുക, ശ്വാസോച്ഛ്വാസം വേഗത്തിലാവുക, കൈകൾ വിറയ്ക്കുക തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ നാഡീവ്യൂഹം ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ്. ഈ ശാരീരിക മാറ്റങ്ങളെ നാം ഭയത്തോടെ കാണുമ്പോൾ ഉത്കണ്ഠ വീണ്ടും വർദ്ധിക്കുകയും അതൊരു ചക്രമായി മാറുകയും ചെയ്യുന്നു. ഇതിനെ മറികടക്കാൻ ശരീരത്തെ മനഃപൂർവ്വം വിശ്രമാവസ്ഥയിലേക്ക്, റിലാക്സേഷൻ റെസ്പോൺസിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏക പോംവഴി. ശ്വസന പ്രക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഉത്കണ്ഠ തോന്നുമ്പോൾ നാം നെഞ്ചിന്റെ മുകൾ ഭാഗം ഉപയോഗിച്ച് വേഗത്തിൽ ശ്വസിക്കുന്നു. ഇത് ശരീരത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകുന്നു. ഇതിന് പകരമായി ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അഥവാ വയർ ഉപയോഗിച്ചുള്ള ആഴത്തിലുള്ള ശ്വസനം ശീലിക്കുമ്പോൾ അത് നമ്മുടെ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുകയും മസ്തിഷ്കത്തിലേക്ക് എല്ലാം സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന മാർഗം പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നതാണ്. ശരീരത്തിലെ ഓരോ പേശീകൂട്ടങ്ങളെയും ബോധപൂർവം മുറുക്കുകയും പിന്നീട് അയച്ചുവിടുകയും ചെയ്യുന്ന രീതിയാണിത്. കാൽ വിരലുകൾ മുതൽ തലവരെ ഇത്തരത്തിൽ പേശികളെ വിശ്രമിപ്പിക്കുമ്പോൾ മനസ്സിലെ സമ്മർദ്ദവും താനെ കുറയുന്നു. ശരീരം ശാന്തമാകുമ്പോൾ മനസ്സിന് അനാവശ്യമായി ഉത്കണ്ഠപ്പെടാൻ കഴിയില്ല എന്ന ലളിതമായ തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ വർത്തമാന നിമിഷത്തിൽ തളച്ചിടാൻ സഹായിക്കുന്ന ഗ്രൗണ്ടിംഗ് വിദ്യകളും പരീക്ഷിക്കാം. ചുറ്റുമുള്ള 5 കാര്യങ്ങൾ കാണുക, 4 കാര്യങ്ങൾ സ്പർശിക്കുക, 3 ശബ്ദങ്ങൾ കേൾക്കുക
എന്നിങ്ങനെയുള്ള ലളിതമായ പരീക്ഷണങ്ങളിലൂടെ ചിന്തകളുടെ ലോകത്തു നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കും. ശരീരം നൽകുന്ന ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളെ ഒരു ഭീഷണിയായി കാണുന്നതിന് പകരം അതൊരു സാധാരണ ശാരീരിക പ്രക്രിയ മാത്രമാണെന്ന് തിരിച്ചറിയാൻ നാം പഠിക്കണം. നെഞ്ചിടിപ്പ് കൂടുമ്പോൾ എനിക്ക് ഹൃദയാഘാതം വരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ശരീരം എന്നെ സംരക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്, അത് താനെ കുറഞ്ഞോളും എന്ന് സ്വയം പറയുന്നതിലൂടെ നാം ആ വികാരത്തെ അതിജീവിക്കുന്നു. വ്യായാമം, കൃത്യമായ ഉറക്കം, ലഹരി പദാർത്ഥങ്ങളുടെയും കഫീന്റെയും അമിത ഉപയോഗം ഒഴിവാക്കൽ എന്നിവയും നാഡീവ്യൂഹത്തെ ശാന്തമായി നിലനിർത്താൻ അത്യാവശ്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസം തോന്നുമ്പോൾ ശരീരത്തിലൂടെ നിയന്ത്രണം ഏറ്റെടുക്കാം. ശാരീരികമായ ഈ ശാന്തത പതുക്കെ മസ്തിഷ്കത്തിലെ ചിന്തകളെയും ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഉത്കണ്ഠയെ നേരിടാനുള്ള ഏറ്റവും ധീരവും ഫലപ്രദവുമായ മാർഗം എക്സ്പോഷർ തെറാപ്പി. ഉത്കണ്ഠയുടെ ഏറ്റവും വലിയ ശത്രു അത് അനുഭവിക്കുന്ന വ്യക്തി ശീലമാക്കുന്ന ഒഴിഞ്ഞുമാറൽ അഥവാ അവോയ്ഡൻസ് എന്ന സ്വഭാവമാണ്. നമുക്ക് പേടിയുള്ള സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കുമ്പോൾ താൽക്കാലികമായി സമാധാനം ലഭിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ആ ഭയം നമ്മുടെ മനസ്സിൽ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. ഒഴിഞ്ഞു മാറുന്നത് വഴി നമ്മുടെ മസ്തിഷ്കം പഠിക്കുന്നത് ആ സാഹചര്യം അപകടകരമാണ്, അവിടെ നിന്ന് ഓടിപ്പോയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ്. ഇത് ഉത്കണ്ഠയുടെ വേരുകളെ ആഴത്തിലാക്കുന്നു. ഇതിന് പരിഹാരമായാണ് എക്സ്പോഷർ തെറാപ്പി നിർദ്ദേശിക്കപ്പെടുന്നത്. ഭയപ്പെടുന്ന കാര്യങ്ങളെ സുരക്ഷിതമായ രീതിയിൽ നേരിടുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ അമിഗ്ദല ആ സാഹചര്യം യഥാർത്ഥത്തിൽ അപകടകരം അല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ ഹാബിച്വേഷൻ എന്ന് വിളിക്കുന്നു. അതായത് ഒരു ഉത്തേജനത്തോട് മസ്തിഷ്കം പൊരുത്തപ്പെടുകയും പതുക്കെ ആ വികാരം താനെ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് വളരെ സാവധാനം ഘട്ടം ഘട്ടമായി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ഇതിനായി ഒരു ഭയത്തിന്റെ ഗോവണി അഥവാ ഫിയർ ഹൈറാർക്കി നിർമ്മിക്കുക എന്നതാണ് ആദ്യപടി. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഉത്കണ്ഠ നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യങ്ങൾ വരെ ക്രമമായി എഴുതണം. ഉദാഹരണത്തിന്, മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ പേടിയുള്ള ഒരാൾ ആദ്യം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുക, പിന്നീട് അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുക, അതിനുശേഷം ചെറിയൊരു കൂട്ടത്തോട് സംസാരിക്കുക. അങ്ങനെ ക്രമമായി മുന്നേറണം. ഓരോ ഘട്ടത്തിലും ഉത്കണ്ഠ അനുഭവപ്പെടുമെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോകാതെ ആ വികാരത്തോടൊപ്പം നിൽക്കാൻ പഠിക്കണം. കുറച്ചു സമയം കഴിയുമ്പോൾ ആ ഉത്കണ്ഠ താനെ താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത്തരത്തിൽ ആവർത്തിച്ചു ചെയ്യുമ്പോൾ മസ്തിഷ്കം ആ സാഹചര്യത്തെ ഒരു ഭീഷണിയായി കാണുന്നത് നിർത്തുന്നു. എക്സ്പോഷർ തെറാപ്പിയിൽ പ്രധാനമായും 2 രീതികളാണുള്ളത്. ഒന്ന് വിഭാവനം, ഇമേജിനൽ എക്സ്പോഷർ, അതായത് പേടിയുള്ള സാഹചര്യത്തെ മനസ്സിൽ സങ്കല്പിക്കുകയും ആ സമയത്തുണ്ടാകുന്ന വികാരങ്ങളെ ശാന്തമായി നേരിടുകയും ചെയ്യുക. രണ്ടാമത്തേത് നേരിട്ടുള്ള ഇടപെടൽ, ഇൻ വിവോ എക്സ്പോഷർ. യഥാർത്ഥ ജീവിതത്തിൽ ആ സാഹചര്യം നേരിട്ട് അനുഭവിക്കുക എന്നതാണിത്. ഉത്കണ്ഠ ഒരു തിരമാല പോലെയാണ്. അത് ഉയർന്നു വരും, അതിന്റെ ഉച്ചസ്ഥായിയിലെത്തും, പിന്നീട് പതുക്കെ അടങ്ങും. ആ തിരമാല അടങ്ങുന്നതുവരെ അവിടെ തന്നെ നിൽക്കാനുള്ള ക്ഷമ കാണിച്ചാൽ ഭയം നമ്മെ വിട്ടുപോകും. നമ്മുടെ മസ്തിഷ്കത്തെ വീണ്ടും പരിശീലിപ്പിക്കാനുള്ള റീവയറിംഗ് ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണിത്. നമ്മൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത്ര ഭയാനകമല്ലെന്ന് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ലോകം ഒരു തടവറയല്ലെന്നും നമുക്ക് എവിടെയും ധൈര്യത്തോടെ ഇടപെടാമെന്നുമുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പുസ്തകം നമ്മെ നയിക്കുന്നത്. ഉത്കണ്ഠയില്ലാത്ത ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കാം? നമ്മുടെ ഉത്കണ്ഠയുടെ വലിയൊരു ഭാഗം വരുന്നത് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഇടപെടുന്ന മനുഷ്യർ, ഡിജിറ്റൽ ലോകം എന്നിവയെല്ലാം നമ്മുടെ നാഡീവ്യൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഉത്കണ്ഠയില്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലെ ആദ്യപടി വിവരങ്ങളുടെ അമിത പ്രസരം, ഇൻഫർമേഷൻ ഓവർലോഡ് നിയന്ത്രിക്കുക എന്നതാണ്. സദാസമയവും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും മുഴുകിയിരിക്കുന്നതാണ് നമ്മുടെ മസ്തിഷ്കത്തെ എപ്പോഴും ഒരു ജാഗ്രതാവസ്ഥയിൽ നിലനിർത്തുന്നത്.
ലോകത്ത് നടക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും തത്സമയം അറിയുന്നതുവഴി ലോകം അപകടകരമാണ് എന്ന തെറ്റായ സന്ദേശമാണ് നാം മസ്തിഷ്കത്തിന് നൽകുന്നത്. ഇതിന് പരിഹാരമായി ഡിജിറ്റൽ ഡീറ്റോക്സ് ശീലിക്കാനും സ്ക്രീൻ സമയം കുറയ്ക്കാനും ട്രെൻഡൻ നിർദ്ദേശിക്കുന്നു. നമ്മുടെ സോഷ്യൽ സർക്കിൾ ഉത്കണ്ഠയിൽ വലിയ പങ്ക് വഹിക്കുന്നു. എപ്പോഴും പരാതി പറയുന്നവരും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നവരുമായ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠയും സ്വാഭാവികമായി വർദ്ധിക്കുന്നു. ഇതിനെ ഇമോഷണൽ കണ്ടേജിയൻ എന്ന് വിളിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾ പനി പോലെ നമുക്കും പകരാം. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനവും പോസിറ്റീവ് ഊർജവും നൽകുന്ന സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കൂടെ നിർത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലെയും ജോലിസ്ഥലത്തെയും ക്രമം പ്രധാനമാണ്. അലങ്കോലമായി കിടക്കുന്ന ഒരു മുറി നമ്മുടെ ചിന്തകളെയും അലങ്കോലമാക്കാൻ സാധ്യതയുണ്ട്. ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് മനസ്സിന് ഒരു തരം നിയന്ത്രണ ബോധം അഥവാ സെൻസ് ഓഫ് കൺട്രോൾ നൽകുന്നു. മറ്റൊരു പ്രധാന വശം നോ പറയാൻ പഠിക്കുക എന്നതാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നത് വലിയ സമ്മർദ്ദത്തിന് കാരണമാകുന്നു. നമ്മുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് അതിരുകൾ അഥവാ ബൗണ്ടറീസ് നിശ്ചയിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ പ്രകൃതിയുമായുള്ള സമ്പർക്കം നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ അത്യാവശ്യമാണ്. കുറച്ചു സമയം പുറത്തിറങ്ങി നടക്കുന്നത്, ചെടികൾക്കിടയിൽ ചെലവഴിക്കുന്നത് എന്നിവയെല്ലാം കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോണിനെ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങൾ മസ്തിഷ്കത്തിലെ റീവയറിംഗ് പ്രക്രിയയെ കൂടുതൽ എളുപ്പമാക്കുന്നു. മനസ്സിനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ ആ മനസ്സിന് സമാധാനമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി നാം ഒരുക്കി നൽകണം. ഉത്കണ്ഠയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ. നമ്മുടെ മനസ്സ് ശരീരത്തിൽ നിന്നും വേറിട്ട ഒന്നല്ലെന്നും ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ ഉത്കണ്ഠയെ നേരിട്ട് ബാധിക്കുന്നു എന്നുമാണ് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠയ്ക്ക് കാരണം ചിന്തകൾ മാത്രമല്ല, മറിച്ച് നാം ശരീരത്തിന് നൽകുന്ന മോശം പരിഗണന കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കമാണ്. ഉറക്കം കുറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ അമിഗ്ദല കൂടുതൽ വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങുന്നു. കൃത്യമായ ഉറക്കം ലഭിക്കാത്ത ഒരാളുടെ മസ്തിഷ്കം ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ അപകടങ്ങളായി വ്യാഖ്യാനിക്കും. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയത്ത് ഉറങ്ങാനും ഉണരാനും പരിശീലിക്കുന്നത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കും. ഉറങ്ങുന്നതിനു മുമ്പ് സ്ക്രീനുകൾ ഒഴിവാക്കുന്നതും ശാന്തമായ അന്തരീക്ഷം ഒരുക്കുന്നതും ഉത്കണ്ഠ കുറയ്ക്കാനുള്ള പ്രായോഗികമായ റീവയറിംഗ് വിദ്യകളാണ്. ഭക്ഷണ രീതിയും ഉത്കണ്ഠയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഫീൻ, പഞ്ചസാര എന്നിവയുടെ അമിത ഉപയോഗം ശരീരത്തിൽ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾക്ക് സമാനമായ അവസ്ഥയുണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, അമിതമായി കാപ്പി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പ് മസ്തിഷ്കം തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് പരിഭ്രാന്തിയിലേക്ക് അഥവാ പാനിക്കിങ്ങിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. സന്തുലിതമായ ആഹാരവും ധാരാളം വെള്ളം കുടിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും അതുവഴി മൂഡ് സ്വിങ്സ് ഒഴിവാക്കാനും സഹായിക്കും. കൂടാതെ ശാരീരിക വ്യായാമം ഉത്കണ്ഠയെ പമ്പ കടത്താനുള്ള ഏറ്റവും മികച്ച മരുന്നാണ്. വ്യായാമം ചെയ്യുമ്പോൾ ശരീരം എൻഡോർഫിൻ എന്ന സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സ്വാഭാവികമായും സമ്മർദ്ദം കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കഠിനമായ വ്യായാമം വേണമെന്നില്ല. ദിവസവും അല്പനേരം നടക്കുന്നത് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മറ്റൊരു പ്രധാന കാര്യം നിശബ്ദത ശീലിക്കുക എന്നതാണ്. സദാസമയവും എന്തെങ്കിലും കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ ഇരിക്കുന്ന ശീലം നമ്മുടെ മസ്തിഷ്കത്തിന് വിശ്രമം നൽകുന്നില്ല. ദിവസവും കുറച്ചു സമയം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് മസ്തിഷ്കത്തിന് സ്വയം ക്രമീകരിക്കാൻ സമയം നൽകുന്നു. ഇത് ഉത്കണ്ഠയുടെ വേഗത കുറയ്ക്കാനും സഹായിക്കുന്നു. നമ്മുടെ വിനോദങ്ങളും സർഗാത്മകമായ പ്രവർത്തനങ്ങളും ഉത്കണ്ഠയെ വഴിതിരിച്ചുവിടാൻ സഹായിക്കുന്നവയാണ്. ചിത്രം വരയ്ക്കുന്നതോ പാട്ടുപാടുന്നതോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതോ ആയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാറ്റുന്നു. സ്വയം പരിചരണം എന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് മാനസികാരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒരു നിക്ഷേപമാണെന്ന് ഈ അധ്യായം അടിവരയിടുന്നു.
നമ്മുടെ ശരീരത്തെ സ്നേഹത്തോടെയും കരുതലോടെയും പരിഗണിക്കുമ്പോൾ അത് തിരിച്ച് മനസ്സിന് സമാധാനം നൽകുന്നു. ഉത്കണ്ഠയെ പരാജയപ്പെടുത്താൻ മനസ്സിനെ മാത്രം പോരാട്ടത്തിന് വിടാതെ ശരീരത്തെയും അതിന് സജ്ജമാക്കുക എന്നതാണ് ഈ പുസ്തകം നൽകുന്ന പ്രധാന പാഠം. നമ്മുടെ മസ്തിഷ്കം വർഷങ്ങളായി ശീലിച്ച ഉത്കണ്ഠയുടെ പാതകൾ ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകില്ല. എന്നാൽ ഓരോ തവണയും നാം ഒരു നെഗറ്റീവ് ചിന്തയെ ചോദ്യം ചെയ്യുമ്പോഴും, ഓരോ തവണയും നാം ഭയത്തെ ധീരമായി നേരിടുമ്പോഴും നമ്മുടെ മസ്തിഷ്കത്തിൽ പുതിയതും കരുത്തുറ്റതുമായ നാഡീബന്ധങ്ങൾ രൂപപ്പെടുകയാണ്. ഇതിനെയാണ് യഥാർത്ഥ റീവയറിംഗ് എന്ന് വിളിക്കുന്നത്. മാറ്റം സാവധാനമാണെങ്കിലും അത് സുനിശ്ചിതമാണെന്ന ബോധ്യം വായനക്കാരന് നൽകാനാണ് ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത്. ജീവിതത്തിൽ ഉത്കണ്ഠ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഉത്കണ്ഠയുണ്ടാകുമ്പോൾ അതിനെ ഭയപ്പെടാതെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നേടുക എന്നതാണ്. കടലിലെ തിരമാലകളെ തടയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ആ തിരമാലകൾക്ക് മുകളിലൂടെ സർഫിംഗ് നടത്താൻ നമുക്ക് പഠിക്കാം. അതുപോലെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ നാം പഠിച്ച വിദ്യകൾ തുണയ്ക്കും. തോൽവികളോ തിരിച്ചടികളോ ഉണ്ടാകുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം തന്നോട് തന്നെ കരുണ കാണിക്കണം. സെൽഫ് കമ്പാഷൻ. ഉത്കണ്ഠാകുലമായ ഒരു മനസ്സ് എന്നത് നിങ്ങളുടെ കുറ്റമല്ല, മറിച്ച് നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഈ അറിവ് നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും. പുസ്തകത്തിലുടനീളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കുമ്പോൾ ലോകത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ ആ കാഴ്ചപ്പാട് തന്നെ മാറും. ഭയത്തിനു പകരം ജിജ്ഞാസയും പരിഭ്രാന്തിക്കു പകരം യുക്തിയും നിങ്ങളുടെ ഉള്ളിൽ നിറയും. വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾ നേടിയെടുക്കും. ഭാവി എന്നത് ഇനിയും എഴുതപ്പെടാത്ത ഒരു പുസ്തകമാണെന്നും അതിലെ പേജുകൾ ഉത്കണ്ഠ കൊണ്ട് നിറയ്ക്കണോ അതോ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ശാസ്ത്രീയമായ അറിവുകളും പ്രായോഗികമായ പരിശീലനങ്ങളും കൂടിച്ചേരുമ്പോൾ ഏതൊരാൾക്കും തന്റെ മസ്തിഷ്കത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കും. ഈ യാത്രയിൽ ക്ഷമയും സ്ഥിരതയും ഉണ്ടെങ്കിൽ ഉത്കണ്ഠയുടെ തടവറയിൽ നിന്നും മോചിതനായി സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ ആ ചിന്തകളെ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. ഈ തിരിച്ചറിവ് നിങ്ങളെ സമാധാനപൂർണമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കട്ടെ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.